പൈതലിന്റെ ധൈര്യവും ഉറപ്പും എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്താൽ താൻ പരിപാലിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എത്രയെത്ര പ്രതിബന്ധങ്ങൾ കൺമുമ്പിൽ വന്നാലും ദൈവം നമ്മെ പരിപാലിക്കും എന്നുള്ള ഉറപ്പും ധൈര്യവുമാണ് നമുക്ക് കരുത്തു പകരുന്നത്. ഭക്തനായ ഇയ്യോബ് പറഞ്ഞ ചില വാക്കുകളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കും. ഇയ്യോബ് പറയാണ്, എനിക്ക് ജീവൻ തന്നത് നീയാണ്, എനിക്ക് കൃപ തന്നത് നീയാണ്, നിന്റെ കടാക്ഷം എന്റെ മേൽ വീണതുകൊണ്ട് എന്റെ ശ്വാസത്തെ നീ പരിപാലിക്കും. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ വന്നിരിക്കുന്നത്, എന്നാൽ ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ടുണ്ടാകുവാനാണ്. ഏത് നിശ്ചലമായതിലും ജീവൻ പകരുന്ന ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇയ്യോബ് പറയുകയാണ്, എന്റെ ജീവനെ അപഹരിക്കുവാൻ ശത്രു വാദപ്രതിവാദം നടത്തിയപ്പോഴും നീയാണ് എനിക്ക് ജീവൻ തന്നവൻ, നീയാണ് എനിക്ക് കൃപ തന്നവൻ. ഹല്ലേലൂയ. നീയാണ് എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നവൻ. ബൈബിളിൽ പറയാ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും തിരിച്ചറിയണം, നാം ഇന്ന് ജീവനോടിരിക്കുന്നത് ദൈവം നമുക്ക് ജീവനും കൃപയും തന്നതുകൊണ്ടാണ്. ദൈവത്തിന്റെ കടാക്ഷം നമ്മുടെ മേൽ കിടക്കുന്നത് കൊണ്ടാണ് നാം മരിച്ചു മൺമറയാതെ നമ്മുടെ ശ്വാസത്തെ ദൈവം പരിപാലിക്കുകയാണ്. സ്തോത്രം. നാം ജീവനോടിരിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്. ഏതു സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് പറയാം, പിശാച് തന്റെ ജീവിതത്തെ ഇല്ലായ്മപ്പെടുത്തുവാൻ നിഗൂഢ പദ്ധതികൾ മെടഞ്ഞപ്പോൾ, തന്റെ കുടുംബത്തെ തകർത്തപ്പോൾ, കുഞ്ഞുങ്ങളുടെ ജീവനെ അപഹരിച്ചപ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുത്തിയപ്പോൾ, സമ്പത്ത് അപഹരിച്ചപ്പോൾ, അവൻ പറയുകയാണ്, ഭക്തനായ ഇയ്യോബ് പ്രതിസന്ധിക്കിടയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, അവൻ എനിക്ക് ജീവൻ തന്നു, അവൻ എനിക്ക് കൃപ തന്നു, എന്റെ ശ്വാസത്തെ അവൻ പരിപാലിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പറയാം, കണ്ണുകളെ അടച്ചാട്ട്, ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ജീവൻ തന്നു, കൃപ തന്നു, ഞങ്ങളുടെ ശ്വാസത്തെ പരിപാലിച്ചു, മരിച്ചു മൺമറയാതെ ജീവനുള്ള ദേശത്ത് ജീവിക്കുന്ന സാക്ഷിയായി ജീവിപ്പാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുത്തോണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ജീവന്റെ വാക്കുകളെ മുറുകെ പിടിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ കൃപ തരണം. രോഗികൾ സൗഖ്യമാകണം, പ്രതിബന്ധങ്ങൾ മാറിപ്പോകണം, മാനസിക പ്രശ്നങ്ങൾ തീരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ പരിപാലിക്കും. ഗോഡ് ബ്ലസ് യു.